ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇത് ഞാൻ എടുത്തോട്ടെ? എടുത്തോ. നിങ്ങൾ 4 പേരും നല്ല കൂട്ടുകാരാണ്, മെജീഷ്യൻസ് ആണ്. പേരെങ്ങനെയാ? അമർനാഥ്. അമർനാഥ്. ഓക്കെ. പേര് ശംഭു. ശംഭു. ഗോകുൽരാജ്. ഗോകുൽരാജ്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഒരുമിച്ച് വരാൻ ഒരാളുണ്ടാവുമല്ലോ കൂടെ സപ്പോർട്ട് ചെയ്യാനില്ലേ? ആരാ? വിഷ്ണു സാറാണോ? ആണ്. ഓക്കെ, നമുക്ക് ആ വിഷ്ണു സാറിന് ഒന്ന് സ്റ്റേജിലേക്ക് വരാവോ? നമുക്ക് ഈ മോളുടെ പേരൊന്ന് പറഞ്ഞു തരാമോ ആദ്യം? മോളുടെ പേര് രത്ന എന്നാണ്. രത്ന എന്നാണ്. ഓക്കെ, ശരി. ഇവര് 4 പേരും എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിക്കാൻ? നിങ്ങൾക്ക് ഒരു സ്കൂളുണ്ടോ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്കൊരു ഈ ഒരു ഗ്യാങ്ങിന് പേരുണ്ടോ, ഇവർ എവിടെ നിന്നാണ് വരുന്നത്? ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാർ ആരാന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ഭയന്ന് നിൽക്കുകയായിരുന്നു, പക്ഷെ അത് നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ജഡ്ജസ് പറയും. എന്തായാലും എനിക്ക് മുന്നേ ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. താരവിളയാട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ ബീൻ ആക്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരമേ ഉള്ള ആഗ്രഹമായിരുന്നു ഇവരെ ഇവിടെ കൊണ്ടുവരണമെന്നുള്ളത്. അപ്പൊ അതിനുള്ള അവസരം ഇവർ കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ കണിയാപുരം BRC ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഓട്ടിസം സെന്റർ, അപ്പോൾ അവിടെയുള്ള കുട്ടികളാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. ശംഭുവിന്റെ അമ്മ ചിത്ര ടീച്ചറാണ് എന്നെ അവിടെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് ഇവരെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാജിക് പഠിപ്പിച്ച് നോക്കി. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ മറന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. ഇന്ന് പഠിപ്പിച്ചാൽ നാളെ ഇവർ മറന്നു പോകും. ഗോകുലും അമർനാഥിനും ഓട്ടിസമാണ്. ഇപ്പം മോക്ക് ഹിയറിംഗ് ഇമ്പയർഡ് ആണ്, കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. ശംഭു എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നമുണ്ട്, ഇരിക്കാനും പറ്റത്തില്ല, ഈ വീൽ ചെയറിൽ മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവരെ വെച്ചിട്ട് ഒരു ഷോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിർത്താണ് ഇത് ഉണ്ടായത്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ നന്ദി പറയേണ്ട ഇവരുടെ പാരൻസിനോടാണ്. കാര്യം ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവരെയൊക്കെ നോക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ കൂടെ ഒന്ന് ഇവരോടൊപ്പം ചേർക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. യെസ്, ഇവർ ആരുടെയൊക്കെ പാരൻസ് ആണെന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ശ്രീദേവി. ഞാൻ മോടെ അമ്മയാണ്. ആണ്. മോടെ ചിരി ഒരു രക്ഷയില്ലായിരുന്നു. തുടക്കം മുതലുള്ള ചിരിയാ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തിനായിരുന്നു ടെൻഷൻ ചെയ്യുവോ എന്നുള്ള ഒരു ഇത്, പക്ഷെ ഞങ്ങളെ എല്ലാം ഞെട്ടിച്ചു. അതാണ് നല്ലൊരു കൈഡി. ഓക്കെ. ചേച്ചിയുടെ പേര് മൈക്കിൽ പറയണേ. ഷീജ. ഇത് ശംഭുവിന്റെ മാമിയാണ്. ശംഭുവിന്റെ മാമിയാണ്. അമർനാഥിന്റെ അമ്മയാണ്. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞങ്ങൾ 4 പേരെയും സാറിനെ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇതുവരെയും ഷോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, പ്രാക്ടീസ് ചെയ്യുന്ന പോലും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാലും മക്കളെല്ലാം സൂപ്പറായിട്ട് ചെയ്ത് ഗംഭീരമാക്കി കളഞ്ഞില്ലേ ഇവര്. ഓക്കെ, താങ്ക് യു. യെസ്, ചേച്ചിയുടെ പേര്? ഞാൻ ഗോകുൽരാജിന്റെ അമ്മയാണ്. സൗമ്യ. ഹാപ്പി ആയില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുന്നതല്ല ഹാപ്പിനെസ്. അവിടെ 3 മാസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പൊന്നമ്മ ചേച്ചിയിൽ നിന്ന് ഞാൻ തുടങ്ങാം. എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാനിരിക്കുമോ ഇങ്ങനെ, വാക്കുകൾ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് സന്തോഷം കൊണ്ട് ഒന്നും മറക്കാതെ ഞാനിതിങ്ങനെ അറിഞ്ഞിട്ട്. നമ്മളിപ്പോഴല്ലേ അറിയണേ, നമുക്ക് ചെയ്യാൻ വരുമ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ അവർ നന്നായിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ടല്ലോ, ഓരോന്ന് മാറി മാറി എന്ന് പറഞ്ഞ് ഞാൻ ആ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ അമ്മമാരൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര വിഷമം. നന്നായിട്ട് ചെയ്തിരുന്നു, എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. ഒത്തിരി സന്തോഷം കണ്ടപ്പോൾ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. യെസ്, പകർ ചെയ്താ. 4 പേരുടെയും പെർഫോമൻസ് സൂപ്പർ ഹിറ്റ് എന്നല്ല പറയേണ്ടത്, മെഗാ ഹിറ്റായിരുന്നു. 4 രത്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്തത്. എനിക്ക് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ, എത്ര നല്ല വാക്കുകൾ മലയാളത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞാലും ഒന്നും അങ്ങോട്ട് തികയാതെ വരും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ളൊരു കുട്ടികളാണെന്ന് ഇപ്പോൾ ഇവിടെ ഇവർ മെൻഷൻ ചെയ്തപ്പോഴാണ് നമ്മൾക്ക് പോലും മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ തത്തുല്യമായ നിലവാരത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ മക്കൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നത് ഇത് പഠിപ്പിച്ച വിഷ്ണുവിനെയാണ്, മാഷെ. കാരണം മാഷ് എത്രത്തോളം എഫർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ആ പെർഫോമൻസ് കണ്ടാൽ അറിയാൻ പറ്റും. കാരണം ഇതിനകത്തൊക്കെ എന്താ പറയുക, ചെറിയ ടൈമിങ്ങിലാണ് ഓരോ ചില സംഗതികൾ. അത് ഇവർ ഇത്ര കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ, ഈ അമ്മമാർ പറഞ്ഞ് ശരിയാണെങ്കിൽ 1 മാസം അല്ലേ, ഏതാണ്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഈ കുട്ടികൾ ഇത്ര കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇവരെനിക്ക് തോന്നുന്നത് ഈ ഒരു രംഗത്ത് വളരെ വളരെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന കുട്ടികൾ തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും മനോഹരമായിട്ട് നല്ല ടൈമിങ്ങിന് ഇപ്പോൾ മാഷ് വന്നത് ഇപ്പോൾ വിഷ്ണുവാണ് പഠിപ്പിച്ചത്. വിഷ്ണുവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആളാണ്.
ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വിഷ്ണുവിനോട് അന്നത്തെ ആ പെർഫോമൻസ് കാണുമ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ട്. ഇപ്പോൾ അതിനേക്കാൾ ഒരു റെസ്പെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ കുറച്ചുകൂടിയൊക്കെ ടഫായിട്ടുള്ള അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കും. മക്കള് ഗംഭീര മക്കളാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരു കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി മാസ്റ്റേഴ്സിനോട് ചോദിക്കുന്നത്. റേറ്റിംഗ് ഒന്നുമില്ല, റേറ്റിംഗ് ഏറ്റവും വലിയ റേറ്റിംഗ് തന്നെ 5 സ്റ്റാർ. Congratulations! 5 സ്റ്റാർ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. That's the biggest rating കേട്ടോ.